നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസിൽ വെടിവെപ്പും കപ്പൽ പിടിച്ചെടുക്കൽ നീക്കവും. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കപ്പൽ മുക്കാൻ ഇറാന്റെ കൊതുകുപട. കടലിടുക്കിൽ ഗറില്ല യുദ്ധമുറ പുറത്തെടുത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് IRGC വിഹരിക്കുമ്പോൾ പത്തിക്കടിക്കാൻ അമേരിക്കൻ പദ്ധതി. ഇറാന്റെ മോസ്കിറ്റോ ഫ്ലീറ്റുകൾ വിഴുങ്ങാൻ US പട ചിലന്തി വല വിരിച്ചിരിക്കുകയാണ്. ഹോർമുസിലെ മടക്കുകളിൽ പതിയിരുന്നാണ് മോസ്കിറ്റോ ഫ്ലീറ്റ് ഇരച്ചെത്തി ആക്രമണം നടത്തി ഒളിക്കുന്നത്. അമേരിക്കൻ റഡാറുകളിൽ പെടാതെ മറയാൻ ഈ ചെറു ബോട്ടുകൾക്ക് കഴിയും. ഇതോടെ ആക്രമണത്തിന്റെ ശൈലി മാറ്റാൻ അമേരിക്കൻ ടീം. ഹോർമുസ് മടക്കുകളിൽ പതിയിരിക്കുന്ന കൊതുകുപടയെ അവിടെയിട്ട് കത്തിക്കാൻ കില്ലർ സംഘത്തെ ഇറക്കിയിരിക്കുകയാണ് ട്രംപ്. അമേരിക്കൻ കില്ലർ സൈന്യം എന്നത് US ആർമിയുടെ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പുതിയ പരീക്ഷണ യൂണിറ്റാണ്. ശത്രുക്കളെ കണ്ടെത്തുക, നശിപ്പിക്കുക, ഇതാണ് ഈ യൂണിറ്റിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത തലമുറയിലെ FPV അറ്റാക്ക് ഡ്രോണുകൾ, അത്യാധുനിക ജാമിംഗ് ഉപകരണങ്ങൾ, കവചിത വാഹനങ്ങൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ആയുധങ്ങൾ. ശത്രുക്കളുടെ വജ്രായുധങ്ങൾ നശിപ്പിക്കാൻ ശേഷിയുള്ള സ്വിച്ച് ബ്ലേഡ് 600 കാമിക്കാസെ ഡ്രോണുകൾ ഇവർ ഉപയോഗിക്കുന്നു. 2 നിരീക്ഷണ സംഘങ്ങളും 4 സ്നൈപ്പർമാരും 1 സ്റ്റാങ്ങർ സർജന്റും അടങ്ങുന്നതാണ് ഈ യൂണിറ്റ്. ആക്രമിക്കാം എന്ന ചിന്ത ശത്രുവിന്റെ തലയിൽ ഉദിക്കും മുന്നേ അവരുടെ തലയെടുത്തിരിക്കും ഈ സംഘം. വെടിനിർത്തൽ തൽക്കാലം നീട്ടിയിരിക്കുകയാണ് അമേരിക്ക. ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഇനിയും ഇറാന് മാറി നിൽക്കാൻ കഴിയില്ല. മാറി നിന്നാൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച ആക്രമണത്തിലേക്ക് കടക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഇതിനിടയിലാണ് കില്ലർ ടീമിനെയും ഹോർമുസിലേക്ക് എത്തിക്കാൻ പദ്ധതിയിടുന്നത്. ആണവ ഡീൽ ഒപ്പുവെക്കും വരെ ഹോർമുസ് ബ്ലോക്കേഡ് തുടരുമെന്നും വെടിനിർത്തൽ ഇനി അധികം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയതോടെ സംഘർഷം കലുഷിതമായേക്കും. ഹോർമുസിൽ ഇറാന്റെ കപ്പൽ US പിടിച്ചെടുത്തതാണ് നിലവിൽ സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. ഹോർമുസിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ കപ്പലുകൾക്ക് കടുത്ത നിയന്ത്രണവും ഏർപ്പെടുത്തി. ഇറാന്റെ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാനാകുന്നില്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയും കപ്പൽ പോകേണ്ട എന്ന നിലപാടിലാണ് IRGC ഉള്ളത്. അതേസമയം ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ അവരുടെ കപ്പൽ പിടിച്ചെടുത്തു, വേറെ 5 കപ്പലുകളും പിടിച്ചെടുത്തു, വേണ്ടി വന്നാൽ ഇനിയും പിടിച്ചെടുക്കും. അമേരിക്കയെ ഒരു തരത്തിലും ഇറാന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഞങ്ങൾ അറിഞ്ഞൊന്നിറങ്ങിക്കഴിഞ്ഞാൽ ടെഹ്റാൻ പിന്നെ ഉണ്ടാകില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തു. ഹോർമുസിൽ ഇറാനെ വട്ടം പൂട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. ഗറില്ല ആക്രമണം പുറത്തെടുത്ത ഇറാൻ സേന ഹൂതി മോഡൽ പയറ്റുകയാണ്. ഇത് നേരിടുന്നതിന് കൂടുതൽ സേനയെ US വിന്യസിക്കും. ഇറാൻ ഭരണകൂടമല്ല, റവല്യൂഷണറി ഗാർഡാണ് പ്രകോപനം തുടരുന്നത്. IRGC സംഘത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണമെന്ന് ട്രംപിന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. ഇനിയും വെടിനിർത്തൽ നീട്ടരുത് എന്നുള്ള ആവശ്യമാണ് ഇസ്രയേൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കി മുട്ടുമടക്കിക്കുക എന്നുള്ള തന്ത്രമാണ് ട്രംപ് പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് ഉപരോധങ്ങൾ വീണ്ടും കടുപ്പിക്കുന്നു. ഇറാൻ ഇപ്പോൾ നേവിയുമില്ല, എയർഫോഴ്സുമില്ല, വേറെ വഴിയുമില്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് ഹോർമുസിലെ വിളയാട്ടമാണ്. എന്നാൽ അതിനും ഇനി അധികം ആയുസില്ല. കീഴടങ്ങും IRGC, അവർ മുട്ടുകുത്തുമെന്ന് ട്രംപ് പറയുന്നു. അതിനുവേണ്ടിയാണ് വീണ്ടും കരാർ നീട്ടിയത് എന്നുള്ള ചില വാദങ്ങൾ ഉയരുന്നുണ്ട്. വെടിനിർത്തൽ കരാർ ഇനിയും നീട്ടരുതെന്നും എത്രയും പെട്ടെന്ന് ആക്രമിക്കുക എന്ന ആവശ്യവുമായി ഇസ്രയേൽ നിൽക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു അടിപൊട്ടാം എന്നുള്ള ഘട്ടമാണ് എത്തി നിൽക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ കണക്കുകൂട്ടലുണ്ട്. ഇറാൻ ദുർബലമായിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു ഭരണകൂടമല്ല, അധികാരം കൈയാളുന്നത് IRGC ആണ്. IRGCക്ക് ഒരു തീവ്ര നിലപാടുണ്ടെങ്കിലും ഇസ്രയേലിനെയോ അമേരിക്കയെയോ കയറി ആക്രമിക്കാനുള്ള ശേഷി ഇപ്പോഴില്ല. കാരണം അവരുടെ ആയുധം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ കടലിൽ വെല്ലുവിളികൾ നടത്തുന്നത്. കടലിൽ അവർക്ക് മോസ്കിറ്റോ ഫ്ലീറ്റുകളിലാണ് ആത്മവിശ്വാസം. എന്നാൽ ആകാശ ആക്രമണങ്ങൾ കൊണ്ട് ഇറാനെ വരുതിയിലാക്കാൻ ഇസ്രയേലിന് കഴിയും. വീണ്ടും മുച്ചൂടും മുടിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ ഒരു ഭീതി ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ഹോർമുസിൽ നിന്ന് ഇപ്പോൾ കയറാത്തത്. അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് സമ്മർദ്ദം കൊടുത്തുകൊണ്ട് ആക്രമണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇസ്രയേൽ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇറാനെ മുച്ചൂടും മുടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ട്രംപ് തിടുക്കപ്പെട്ട് തീരുമാനം എടുക്കാത്തതിനും ചില കാരണങ്ങളുണ്ട്. വീണ്ടും യുദ്ധമെങ്കിൽ ഹോർമുസിൽ കപ്പലുകൾ ആക്രമിക്കും ഇറാൻ. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. മറ്റു രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളൊക്കെ ആക്രമിക്കപ്പെട്ടാൽ വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം പോകും.
കൂടാതെ കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച സമുദ്ര മൈനുകൾ നീക്കം ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ്. കടലിടുക്ക് പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ ചുരുങ്ങിയത് 6 മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് US പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണിന്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ. US ജനപ്രതിനിധി സഭയിലെ സായുധ സേനാ കമ്മിറ്റിക്ക് നൽകിയ അതീവ രഹസ്യ ബ്രീഫിംഗിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥർ മേഖലയിലെ സങ്കീർണമായ സാഹചര്യം വിശദീകരിച്ചത്. ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിലെ തന്ത്രങ്ങളെക്കുറിച്ചും സൈനിക ലക്ഷ്യങ്ങളെക്കുറിച്ചും US ജനപ്രതിനിധികൾ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ പ്രതിരോധ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇത് അമേരിക്കൻ ഭരണകൂടത്തിലും ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മറുവശത്ത് തങ്ങളുടെ പതാക ഘടിപ്പിച്ച കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തതിനെതിരെ പനാമ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇറ്റാലിയൻ കമ്പനിയായ MSC ഫ്രാൻസെസ്കയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ബുധനാഴ്ച ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സാധാരണ യാത്രക്കിടെ കപ്പൽ തടയുകയും ഇറാൻ സമുദ്ര അതിർത്തിയിലേക്ക് നിർബന്ധിതമായി കൊണ്ടുപോകുകയുമായിരുന്നു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് പനാമ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സമുദ്ര സുരക്ഷയ്ക്ക് നേരെയുള്ള ഗുരുതരമായ ആക്രമണമാണ് ഇറാൻ നടത്തുന്നതെന്നും മേഖലയിൽ അനാവശ്യമായ പ്രകോപനം സൃഷ്ടിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും പനാമ കുറ്റപ്പെടുത്തി. ലോകത്തിലെ ഭൂരിഭാഗം കപ്പലുകളും പനാമയുടെ പതാകയ്ക്ക് കീഴിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതിനാൽ തന്നെ ഈ നടപടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. തെക്കൻ ലെബനനിലും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രയേൽ സംഘം തയ്യാറായിട്ടില്ല. തെക്കൻ ലെബനനിൽ വലിയ ആക്രമണങ്ങളിലേക്കും അവിടെ നിന്ന് ഹിസ്ബുള്ളയെ തുരത്തുന്നതിലേക്കുമുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഹോർമുസിൽ ഇറാൻ സേന ഇപ്പോൾ വലിയ ആക്രമണ രീതി പുറത്തെടുത്തിരിക്കുന്നത്. ലെബനനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണം, അമേരിക്ക തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം മാറ്റണം, ഇതൊക്കെയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഹോർമുസിന് തീയിടും എന്നുള്ള നിലപാടാണ് ഇറാനുള്ളത്. എന്നാൽ ഹോർമുസിലൊന്ന് തൊട്ടു നോക്കൂ എന്നാണ് അമേരിക്ക വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്കവിടെ കപ്പലുകൾ ആക്രമിക്കാൻ കഴിയുമായിരിക്കും, കൂടിപ്പോയാൽ പിടിച്ചെടുക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഇറാന് കഴിയില്ല. കാരണം ഇറാൻ ദുർബലമായിരിക്കുന്നു. ഇറാനെ ഇനി എങ്ങനെ അടിക്കണമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തനിക്ക് മേൽ യാതൊരു സമ്മർദ്ദവും ഇല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വെടിനിർത്തൽ നീട്ടിയത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്ന വാർത്തകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഇറാനുമായുള്ള ചർച്ചകൾക്ക് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. വെടിനിർത്തൽ 3-5 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന റിപ്പോർട്ടുകൾ വ്യാജമാണ്. അമേരിക്കൻ ജനതയ്ക്ക് ഗുണകരമായ ഒരു കരാറിലെത്തുക മാത്രമാണ് ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നത് ബോംബിങ്ങിനേക്കാൾ ഉപരിയായി ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധമാണെന്നും ട്രംപ് പറഞ്ഞു. വർഷങ്ങളായി ബോംബ് ആക്രമണങ്ങൾ നേരിടുന്ന അവർക്ക് ഉപരോധം വലിയ തിരിച്ചടിയാണ്. ഇറാന്റെ എണ്ണക്കിണറുകൾ തകർന്നാൽ അതെന്നേക്കുമായി ഇല്ലാതാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തെയും ട്രംപ് വിമർശിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ നടപടി അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഞാൻ ദുർബലനായി എന്നല്ല അതിനർത്ഥം. അതിശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരും. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല എന്ന് ട്രംപ് ആവർത്തിച്ചു. ചർച്ചകൾ വൈകിപ്പിക്കുന്നത് വഴി അമേരിക്കയുടെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും ഞങ്ങൾ ഇനി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് IRGC. എന്നാൽ അവരെ ചർച്ചയുടെ മേശയിലേക്ക് എത്തിക്കുക എന്നുള്ള നീക്കം അമേരിക്ക പയറ്റുന്നു. പുതിയ നാവിക ഉപരോധം ആരംഭിച്ച ശേഷം ഒരു ഇറാനിയൻ കപ്പൽ പോലും ഹോർമുസ് കടന്നു പോയിട്ടില്ല എന്നുള്ള US-ന്റെ അവകാശവാദം ശരിയല്ല എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത നാവിക ഉപരോധത്തെ വെല്ലുവിളിച്ച് 34 ഇറാനിയൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു പോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചരക്ക് കപ്പൽ ഡാറ്റ ട്രാക്കിംഗ് ഏജൻസിയായ വോർടെക്സയെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഏപ്രിൽ 13-നാണ് അമേരിക്ക നാവിക ഉപരോധം പ്രഖ്യാപിച്ചത്. ഇറാൻ തുറമുഖങ്ങളിൽ നിന്നുള്ള ഒരു കപ്പൽ പോലും പുറത്തുപോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഉപരോധം വൻ വിജയമാണെന്നും ഇതിനകം 28 കപ്പലുകളെ തടഞ്ഞു തിരിച്ചയച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുമ്പോഴാണ് പ്രമുഖ ഷിപ്പിംഗ് ഡാറ്റ ഏജൻസിയായ വോർടെക്സ ഇതിന് വിരുദ്ധമായ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. US നാവികസേനയുടെ കണ്ണ് വെട്ടിച്ച് ഇറാനിയൻ ബന്ധമുള്ള 34 ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി കടന്നുപോയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇത് അമേരിക്കയുടെ ഉപരോധ തന്ത്രത്തിന്റെ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ഇവർ വ്യക്തമാക്കി.
ഉപരോധം മറികടന്ന് പുറത്തുപോയ 19 ടാങ്കറുകളിൽ 6 എണ്ണമെങ്കിലും പടുകൂറ്റൻ എണ്ണക്കപ്പലുകളായിരുന്നു. ഏകദേശം 10.7 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഈ കപ്പലുകൾ വഴി ഇറാൻ വിദേശ വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ബ്രന്റ് ക്രൂഡ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഇറാൻ എണ്ണ വിൽക്കുന്നത്. ബാരലിന് $10 കുറച്ച് വിറ്റാൽ പോലും ഈ കപ്പലുകളിലൂടെ മാത്രം ഏകദേശം 910 ദശലക്ഷം ഡോളറിന്റെ വരുമാനം ഇറാന് ലഭിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ ഈ കപ്പൽ നീക്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ട്രാക്കിംഗ് സംവിധാനങ്ങളെ വെട്ടിച്ചുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളെയും നിരീക്ഷണങ്ങളെയും മറികടക്കാൻ അതീവ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഡോറന എന്ന ഇറാനിയൻ സൂപ്പർ ടാങ്കർ ഇതിന് മികച്ച ഉദാഹരണമാണ്. കപ്പലിന്റെ സ്ഥാനവും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്ന ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയാണ് ഡോറന ഉപരോധ മേഖല കടന്നത്. ഏപ്രിൽ 17-ന് ഇറാൻ കടൽ വിട്ട ഈ കപ്പൽ 18-ന് ഇന്ത്യയുടെ തെക്കൻ തീരത്തെത്തിയതായും പിന്നീട് മലേഷ്യൻ തീരത്ത് വെച്ച് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ മാറ്റിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. എണ്ണയുടെ യഥാർത്ഥ ഉറവിടം ഒളിച്ചുവെച്ച് വിൽപ്പന നടത്താനാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ഇറാൻ ശ്രമിക്കുന്നത്. ഉപരോധം നിലനിൽക്കെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സങ്കീർണമായ സാഹചര്യം ഉടലെടുത്തത്. ഈ കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന് തങ്ങളുടെ അനുമതി വേണമെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും മറ്റ് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന നീക്കം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നും ഞങ്ങൾ ചെറുത്തു നിൽക്കുമെന്നും അറബ് രാജ്യങ്ങൾ വാദിക്കുന്നു. ഒരു വശത്ത് അമേരിക്കൻ നാവികസേനയുടെ കർശന പരിശോധനയും മറുവശത്ത് ഇറാന്റെ കടുത്ത നിയന്ത്രണങ്ങളും കാരണം ഹോർമുസ് കടലിടുക്ക് ഒരു ഇരട്ട ഉപരോധ മേഖലയായി മാറിയിരിക്കുകയാണ്. ഇത് കപ്പൽ ഗതാഗതത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് ഇറാന്റെ കപ്പലുകൾ പുറത്തുപോയി എന്ന് ഇറാൻ വലിയ മേനി നടിക്കുമ്പോഴും അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ബോധപൂർവം അമേരിക്ക ആ കപ്പലുകൾ പുറത്തേക്ക് വിടുന്നതാണ്. കാരണം എണ്ണ പ്രതിസന്ധി ഒരു രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾ എണ്ണയില്ലാതെ വലയുകയാണ്. ഇത് അമേരിക്കയ്ക്ക് മേൽ വലിയൊരു സമ്മർദ്ദത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ചില കപ്പലുകൾ ഇറാന്റെ കപ്പലുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ എണ്ണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇതിലൂടെ അമേരിക്ക പുറത്തെടുക്കുന്നത്. എന്നാൽ ഇറാൻ മേനി നടിക്കുന്നതോ ഞങ്ങൾ അമേരിക്കയെ വെട്ടിച്ചുകൊണ്ട് കപ്പലുകൾ പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.